ഹലോ മക്കളെ, നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ടോപ്പിക്കായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 to 15 മാർക്സ് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ മക്കളെ, കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ ഷോവിങ് ദ ആക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് എൻസൈം ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതായത് നമ്മുടെ ചെറുകുടലിൽ വെച്ച ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനം കാണിക്കുന്ന ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഈ പട്ടിക നമുക്കൊന്ന് പൂർത്തിയാക്കിയാലോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. അപ്പൊ നമുക്ക് ഇൻറ്റസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാൽ ദാ നോക്കിക്കേ, നമ്മുടെ ആമാശയം ഇങ്ങനെ ഇരിക്കുന്നില്ലേ, നമ്മുടെ ജെ ഷേപ്പിലുള്ള ആമാശയം ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ നിന്ന് ആമാശയത്തിൽ നിന്ന് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുമ്പോൾ ആ ഇൻറ്റസ്റ്റൈനിന്റെ തുടക്കം ചെറുകുടലിൻ്റെ ഇങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലേ, നമ്മുടെ ഡിയോഡിനം എന്ന് വിളിക്കും, അല്ലെങ്കിൽ പക്വാശയം എന്ന് വിളിക്കാം. ഈ പക്വാശയം അഥവാ ഡിയോഡിനത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഈ ഡിയോഡിനത്തിന്റെ അടുത്താണ് നമ്മുടെ ലിവർ ഉണ്ട്, അതേപോലെ തന്നെ ഗാൾ ബ്ലാഡർ ഉണ്ട്, പിന്നെ പാൻക്രിയാസ് ഉണ്ട്. കരളും പിത്തസഞ്ചിയും ആഗ്നേയഗ്രന്ഥിയും ഒക്കെ ഇരിക്കുന്നത് ഈ പക്വാശയത്തിന്റെ അടുത്താണ് അല്ലേ. അപ്പൊ ഇവരൊക്കെ കൊടുക്കുന്ന എല്ലാവരും വരുന്നത് ഡിയോഡിനത്തിന്റെ അടുത്തേക്കാ. ഇവരെയൊക്കെ സെക്രേഷൻസ് വരുന്ന ഡിയോഡിനത്തിന്റെ അടുത്തേക്കാ. അവിടെ ഇരുന്ന് ഒരുപാട് റിയാക്ഷൻസ് നടക്കും. അപ്പൊ അതിന്റെ ടേബിൾ ആണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ് നമ്മുടെ ലിവർ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ് ബൈൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, ബൈൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എൻസൈമുകളും ഇല്ല, അതായത് അവിടെ ഒരു രാസാഗ്നിയും കാണാൻ സാധിക്കില്ല. ആക്ഷൻ എന്താ? മേക്സ് ദ ഫുഡ് ആൽക്കലൈൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ബൈലിന് 2 ജോലിയാണുള്ളത്. ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ തന്നെ മേക്സ് ദ ഫുഡ് ആൽക്കലൈൻ. അതായത് പിത്തരസത്തിന്റെ ഒന്നാമത്തെ ജോലി എന്താ? ഭക്ഷണത്തെ ക്ഷാര ഗുണമുള്ളതാക്കണം. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയുണ്ട്. അതെന്താ? നമ്മുടെ ഫാറ്റിനെ എന്ത് ചെയ്യണം? ഫാറ്റിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി മാറ്റണം. ഓക്കെ, അതായത് കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ ഫാറ്റിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കുക, അതേപോലെ ഫുഡിനെ ആൽക്കലൈൻ ആക്കുക. റെഡി? കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റുക, അതേ സമയം തന്നെ എന്ത് ചെയ്യണം? ഭക്ഷണത്തെ ക്ഷാര ഗുണമുള്ളതാക്കണം. ഈ 2 ജോലിയാണ് നമ്മുടെ ബൈൽ അഥവാ പിത്തരസത്തിനുള്ളത്. ഇനി രണ്ടാമത്തെ ആള് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിനെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? പേരിൽ തന്നെയുണ്ട്, നമ്മുടെ പാൻക്രിയാസ് ആണ് അല്ലെ. പാൻക്രിയാസ് അഥവാ ആഗ്നേയഗ്രന്ഥിയാണ് ആഗ്നേയരസത്തെ പുറത്തേക്ക് വിടുന്നത്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ 3 ആൾക്കാരാണുള്ളത്. ആരൊക്കെയാ? പാൻക്രിയാറ്റിക് ലിപ്പേസ്, ട്രിപ്സിൻ, പിന്നെ ആരുള്ളത്? പാൻക്രിയാറ്റിക് അമൈലേസ് ഉണ്ട്. അപ്പൊ ഇത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കിക്കേ, പാൻക്രിയാറ്റിക് ലിപ്പേസിന്റെ ജോലി എന്താ? ലിപ്പേസ് എന്ന് കേട്ടാൽ തന്നെ അപ്പോൾ ഓർക്കണം, അത് ഫാറ്റ്, കൊഴുപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ പാൻക്രിയാറ്റിക് ലിപ്പേസിന്റെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റിനെ എന്താ ചെയ്യണം മക്കളെ? ഫാറ്റി ആസിഡും അതേപോലെ തന്നെ ഗ്ലിസറോളും ആക്കി മാറ്റുക. കിട്ടിയോ എൻ്റെ കുട്ടികൾക്ക്? അതായത് നമ്മുടെ പാൻക്രിയാറ്റിക് ലിപ്പേസ് എടുത്താൽ അവരുടെ ജോലി കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ട്രിപ്സിൻ എടുത്താൽ പ്രോട്ടീൻസിനെ ആരാക്കി മാറ്റും? പെപ്റ്റൈഡുകളാക്കി മാറ്റും. മാംസത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ട്രിപ്സിന്റെ ജോലി. ഇനി മൂന്നാമത്തെ ആളാരാണ്? പാൻക്രിയാറ്റിക് അമൈലേസ് എന്നാണ് കേട്ടോ. പാൻക്രിയാറ്റിക് അമൈലേസ്, ഇവന്റെ ജോലി എന്താ? ഈ പാൻക്രിയാറ്റിക് അമൈലേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച്, അന്നജവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പാൻക്രിയാറ്റിക് അമൈലേസ് ആണ് നമ്മുടെ സ്റ്റാർച്ചിനെ എന്ത് ചെയ്യുക? മാൾട്ടോസ് ആക്കി മാറ്റും, അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റും. മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തതാണ് ഇൻറ്റസ്റ്റൈനൽ വാൾ. ഇൻറ്റസ്റ്റൈനൽ വാളിലാണ് ആരിയ്ക്കുന്നത്? ഇൻറ്റസ്റ്റൈനൽ വാൾസിൽ സെക്രേഷൻസ് ആണ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, ഈ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ പലതരത്തിലുള്ള എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ എൻസൈമുകളൊക്കെ കൂടി ചേർന്നിട്ട് നമുക്കറിയാം, നമ്മുടെ സ്റ്റാർച്ചിനെ, ഇപ്പം നമ്മുടെ സ്റ്റാർച്ച് മാൾട്ടോസ് ആയി. അപ്പം മാൾട്ടോസ്, സൂക്രോസ് പോലെയുള്ള വലിയ വലിയ ആൾക്കാരെ ചെറിയ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആക്കി മാറ്റും. പെപ്റ്റൈഡുകളെ അമൈനോ ആസിഡുകളാക്കി മാറ്റും. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ വാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയുന്നത്. അവർ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോക്സിനെയും പിന്നെ അമൈനോ ആസിഡ്സിനെയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ്, കൃത്യമായിട്ടും പഠിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡയഗ്രമാണ്. ഇതാരാ? ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രമാണ് ഇത്. നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്ന, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിൽ കാണപ്പെടുന്ന ഫിംഗർ ലെഗ് പ്രൊജക്ഷൻസ് ആണല്ലേ. അതാരാണ്? യെസ്, ഇവരാണ് നമ്മുടെ വില്ലൈ എന്നറിയപ്പെടുന്നത്. വില്ലൈ
ഓക്കെ, വില്ലൈ എന്നറിയപ്പെടുന്ന അബ്സോർപ്ഷൻ ആഗിരണത്തിന് സഹായിക്കുന്ന ആൾക്കാരാണിവർ. ഇനി എ ബി എന്ന അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇതിൽ എയും ബിയും ആരാ? എ എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെയുള്ള രക്തക്കുഴലുകളാണല്ലേ, അവിടെയുള്ള ബ്ലഡ് കാപ്പിലറീസ്. എ എന്ന് വിളിച്ചാൽ ഇവിടെയുള്ള ബ്ലഡ് കാപ്പിലറീസ് അഥവാ രക്തലോമികകളാണ്. ഓക്കെ, അപ്പൊ എ ആരാണ്? ഇവിടുത്തെ രക്തലോമികകൾ അഥവാ ബ്ലഡ് കാപ്പിലറീസ് ആണ്. ഇനി ബി എന്ന് വിളിച്ചാൽ അതിന്റെ സെന്ററിലുള്ളതായി ഈ ഒരു ഭാഗമാണ് അല്ലെ. ഇതിന്റെ സെന്ററിൽ നടുക്കുള്ള കുറച്ചിങ്ങനെ വീതിയിലിരിക്കുന്ന ഒരു ഭാഗം അതാരാ? അതാണ് നമ്മുടെ ലാക്റ്റിയൽ. ആരാണ്? നമ്മുടെ സ്വന്തം ലാക്റ്റിയൽ കുട്ടനാണ്. അപ്പൊ എയും ബീനെ നമ്മൾ തിരിച്ചറിഞ്ഞു, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അമൈനോ ആസിഡുകളെ ആഗിരണം ചെയ്യുന്ന ഭാഗം ഏതാ? അപ്പൊ മക്കളെ ഇവിടെ ഫാറ്റി ആസിഡും ഇവിടെ ലാക്റ്റിയൽസും ഉണ്ട്, അതേപോലെ ബ്ലഡ് കാപ്പിലറീസും ഉണ്ട് അല്ലെ. ഈ പറഞ്ഞിട്ടുള്ള രക്തലോമികൾ അഥവാ ബ്ലഡ് കാപ്പിലറീസ് ആണ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാരെ അബ്സോർബ് ചെയ്യുക. ഓക്കെ, ജലത്തിൽ ലയിച്ചു ചേരുന്ന ആൾക്കാരെ ആഗിരണം ചെയ്യുന്നത് ആരാ? രക്തലോമികളാണ്. അതായത് നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അതേപോലെ അമൈനോ ആസിഡ് ഇതൊക്കെ അബ്സോർബ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാ? ബ്ലഡ് കാപ്പിലറീസിലേക്ക്, അവിടെ നിന്ന് ബ്ലഡിലേക്കാണ്. സോ അമൈനോ ആസിഡുകൾ ആഗിരണം ചെയ്യപ്പെടുന്നത്, അതായത് നോക്കിക്കേ, അമൈനോ ആസിഡുകളെ അബ്സോർബ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്ലഡ് കാപ്പിലറീസ് അഥവാ രക്തലോമികളാണ്. പിന്നെ നമ്മുടെ ലാക്റ്റിയലിന്റെ ജോലി എന്താ? ലാക്റ്റിയലിന്റെ ജോലിയാണ് വാട്ടർ ഇൻസോളിബിൾ ആയിട്ടുള്ള ആൾക്കാരെ അബ്സോർബ് ചെയ്യുക, ജലത്തിൽ ലയിക്കാത്ത ആൾക്കാരെ ആഗിരണം ചെയ്യുക. അപ്പൊ വാട്ടർ ഇൻസോളിബിൾ ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫാറ്റി ആസിഡ്, രണ്ടാമത്തെ ആള് ഗ്ലിസറോൾ. ഓക്കെ, അപ്പൊ ഫാറ്റിന്റെ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ആൾക്കാരാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അവരെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാ? ലാക്റ്റിയൽ വഴി ലിംഫിലേക്കായിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത നോക്കിക്കേ മക്കളെ. യെസ്, ഇത് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇതിൽ ABCD പാർട്ടുകളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം മക്കളെ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നോക്കിക്കേ, ഇതിൽ എ പാർട്ട് ഏതാ? എവിടെ എ പാർട്ട്? എവിടെ? യെസ്, എ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് ഹാർട്ടിന്റെ ചേംബേഴ്സ് ആണ് അല്ലെ. ഹാർട്ടിന്റെ ചേംബേഴ്സ് ആണ്. ഹാർട്ടിന്റെ ചേംബേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ഭാഗമാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? താഴെ കാണുന്നു അല്ലെ. റൈറ്റ് സൈഡ് താഴെയാണ് വെൻട്രിക്കിൾസ്, മേലെയാണ് ഏട്രിയം വരിക. സോ നമ്മുടെ എ എന്ന് പറയുന്നത് ആരാണ് മക്കളെ? റൈറ്റ് വെൻട്രിക്കിൾ ആണ്. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിൾ അഥവാ വലത് വെൻട്രിക്കിൾ ആണ്. ഇനി ബി എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ആളാണ് അല്ലെ. ലെഫ്റ്റ് സൈഡിലുള്ള താഴെയുള്ള ആള്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള ആളാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി സി എടുത്താൽ എന്താ സംഭവം? സി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തെ കൊണ്ടുപോകുന്ന ആളാണ്. ഹാർട്ടിൽ നിന്നും നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആളാണ്. അതാരാ? പ്യോർ ബ്ലഡിനെ, നല്ല ശുദ്ധ രക്തത്തെ കൊണ്ടുപോകുന്ന ആളാരാണ്? അയോട്ട അല്ലെ. അപ്പൊ സി എന്ന് പറയുന്നത് നമ്മുടെ അയോട്ട അഥവാ മഹാധമനിയാണ്. റെഡി? ഇനി ആരാണ് മക്കളെ? ഇനി നമുക്ക് ഡി നോക്കാം. ഡി എടുത്തു കഴിഞ്ഞാൽ എന്താ കാണുന്നത് നോക്കിക്കേ. നമ്മുടെ ഹൃദയത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദാ പിടിച്ചോ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന്, ഇത് റൈറ്റ് വെൻട്രിക്കിൾ അല്ലേ, വലതേ വെൻട്രിക്കിൾ അല്ലേ. അപ്പൊ ഹൃദയത്തിൽ നിന്നും, മിസ് ആ കളർ ഒന്ന് മാറ്റാം. യെസ്, ഹൃദയത്തിന്റെ വലത്തേ വെൻട്രിക്കിളിൽ നിന്നും, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നു. അപ്പൊ മക്കളെ, റൈറ്റ് വെൻട്രിക്കിളിൽ ഉള്ളത് നല്ല രക്തമാണോ ചീത്ത രക്തമാണോ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അല്ലെ. ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡാ. അപ്പൊ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോവാ ഓക്സിജനേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അതാരാ കൊണ്ടുപോകുന്നത്? ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം കൊണ്ടുപോകുന്നത് ആർട്ടറി ആണ് അല്ലെ. അപ്പൊ ലങ്സിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് പൾമണറി ആർട്ടറി ആണ്. സോ ഡി എന്ന് പറയുന്നത് നമ്മുടെ പൾമണറി ആർട്ടറി അഥവാ ശ്വാസകോശ ധമനി. ഇനി ആരാണ് ഇ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ മക്കളെ, നമ്മുടെ ലങ്സിൽ നിന്നും നല്ല പ്യോർ ആയിട്ടുള്ള ബ്ലഡിനെ, നല്ല ശുദ്ധ രക്തത്തെ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. അതാരാ? ഹൃദയത്തിനുള്ളിലേക്ക് രക്തം കൊണ്ടുവരുന്നവർ വെയിൻ ആണ്. അപ്പൊ ലങ്സിൽ നിന്ന് രക്തം കൊണ്ടുവരുന്നവർ ആരാണ്? പൾമണറി വെയിൻ ആയിരിക്കും. ഓക്കെ, പൾമണറി വെയിൻ അഥവാ ശ്വാസകോശ സിര എന്ന് വിളിക്കുന്നത്. ഇനി ആരാണത്? ABCDEF. എഫ് എടുത്താൽ ആരാണ് മക്കളെ? യെസ്, ദാ നോക്കിക്കേ, നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ, അഴുക്ക് രക്തത്തെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതാരാ?
റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആരാ? അഴുക്ക രക്തത്തെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണ് വീനക്കാവകൾ അഥവാ മഹാസീരകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് ആരാ? വീനക്കാവ അഥവാ മഹാസിര ആയിരിക്കും. കഴിഞ്ഞോ? ഇല്ലല്ലോ, ഇനി ഒരാൾ കൂടി ഉണ്ട് അല്ലേ. എഫ് കഴിഞ്ഞാൽ ജി. ജി ആരാ മക്കളെ? ജി ആരാ? നിങ്ങൾ തന്നെ നോക്കിക്കേ. ജി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു വാൽവാണ് കേട്ടോ, ഒരു വാൽവാണ്. അതായത് ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള വാൽവ്. അതേതാ? ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള വാൽവാണ് നമ്മുടെ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈകസ്പിഡ് വാൽ. ഇനി ഒരാളും കൂടിയുണ്ട്, എച്ച്. എച്ച് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള ഒരു വാൽവാണ്. അതേതാണെന്ന് എൻ്റെ കുട്ടികൾ എല്ലാവരും തന്നെ വേഗം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കളെ, ഇന്ന് വൈകിട്ട് കൃത്യം 7:30 ലൈവിൽ വരിക. ഇതേപോലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ ഡയഗ്രാം വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരും. അപ്പോൾ നമ്മുടെ ലൈവ് ആരും മിസ് ചെയ്യരുത്. അതേപോലെ ഈ എച്ച് ആരാണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകിട്ടത്തെ ലൈവിൽ കാണാം. താങ്ക് യു സോ മച്ച്.